ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ട്വിൻ സ്റ്റാർസ്, മജീദ് ബ്രിഗേഡ്, ഫാക്ട് ചെക്ക് യൂണിറ്റ്, അമെൻമെൻറ്റ്സ് ടു പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2024, അറബ് ലീഗ്, ഇനീക്വാലിറ്റി ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്വിൻ സ്റ്റാർസിനെ കുറിച്ചാണ്. ഈ ട്വിൻ സ്റ്റാർസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ട്വിൻ സ്റ്റാർ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ പഠനങ്ങളുടെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ എന്താണ് ട്വിൻ സ്റ്റാർസ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി മനസ്സിലാക്കുക, ട്വിൻ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് സ്റ്റാർസ് ആണ്. അതായത് ഒരേ ഇൻറ്റർസ്റ്റെല്ലാർ ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഏകദേശം ഒരേ സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു രണ്ട് സ്റ്റാറുകളെയാണ് ട്വിൻ സ്റ്റാർസ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കോനേറ്റൽ സ്റ്റാർസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കോനേറ്റൽ സ്റ്റാർസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരേ ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റിൽ നിന്ന് ഫോം ചെയ്തുകൊണ്ട് തന്നെ ഇവരുടെ കെമിക്കൽ കോമ്പോസിഷന് അതായത് ഇത്തരത്തിലുള്ള ട്വിൻ സ്റ്റാറുകളുടെ കെമിക്കൽ കോമ്പോസിഷൻ സിമിലർ ആയിരിക്കും. അതുപോലെ അതിൻ്റെ മാസ്, അതുപോലെ ഏജ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ട്വിൻസ് എന്ന് വിളിക്കുന്നത്. ഇരട്ടകളെന്ന് വിളിക്കുന്നത്. ഈ ട്വിൻ സ്റ്റാർസ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ മിൽക്കി വേയിലെ ഗാലക്സിക്കകത്ത് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുമെങ്കിലും ഇതൊരിക്കലും ബൈനറി സിസ്റ്റംസ് അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു സ്റ്റാർ മറ്റൊരു സ്റ്റാറുമായിട്ട് ഗ്രാവിറ്റേഷണലി കണക്റ്റഡ് ഒന്നുമല്ല, പക്ഷേ ഒരേ രീതിയിലാണ്, അല്ലെങ്കിൽ പലപ്പോഴും ഒരേ ദിശയിലൊക്കെയാണ് ഇത് മൂവ് ചെയ്യാറുണ്ടാവുക. പക്ഷെ അതൊരു ബൈനറി സ്റ്റാർസ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ട്വിൻ സ്റ്റാർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ട്വിൻ സ്റ്റാർ എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ട്വിൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇതൊരിക്കലും ഒരു ബൈനറി സ്റ്റാറുകളല്ല എന്ന് മനസ്സിലാക്കുക. ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തുകൊണ്ടാണ് അവരെ ട്വിൻ സ്റ്റാറുകൾ എന്ന് വിളിക്കുന്നത് എന്നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മജീദ് ബ്രിഗേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ മജീദ് ബ്രിഗേഡിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ ചൈന കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്വാദർ പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഗ്വാദർ പോർട്ടിൻ്റെ പെരിഫറിയിൽ, അല്ലെങ്കിൽ ഈ ഗ്വാദർ പോർട്ട് കോംപ്ലക്സിനകത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സംഘടനയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഉത്തരവാദിത്വം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ഫിദായിൻ സ്റ്റൈൽ അറ്റാക്സ്, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റാക്സ് കണ്ടക്ട് ചെയ്യുന്ന അവരുടെ ഒരു സൂയിസൈഡ് വിങ് ആണ് ഈ പറയുന്ന മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മജീദ് ബ്രിഗേഡിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവരെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഹൂ ആർ മജീദ് ബ്രിഗേഡ്, ബലൂജ് മിലിറ്റൻസ് ഹൂ ക്യാരിഡ് ഔട്ട് ഗ്വാദർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബലൂചിസ്ഥാനിലെ ഒരു സെപ്പറേറ്റിസ്റ്റ് മിലിറ്റൻറ്റ് മൂവ്മെൻ്റ് ഉണ്ട്. സെപ്പറേറ്റിസ്റ്റ് മിലിറ്റൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാന് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ സ്റ്റേറ്റിനെതിരായിട്ട് ആംഡ് സ്ട്രഗിൾ നടത്തുന്ന, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ഒരു സംഘടനയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. ഇത് 2002 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിനെ നമ്മുടെ ലോകത്തിലുള്ള പല രാജ്യങ്ങളും, ഇപ്പോൾ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ചൈന, ബ്രിട്ടൻ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ്. പക്ഷേ ഇന്ത്യ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആരോപിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളും ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലും ജലാലാബാദിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റുകളാണ് ഈ കാര്യം ചെയ്യുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അതുകൂടാതെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലെ പല ലീഡേഴ്സും ഇന്ത്യയിൽ വന്ന് ചികിത്സ തേടിയതായിട്ടുള്ള വാർത്തകളൊക്കെ ഇടക്കാലത്ത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പോൾ നമ്മുടെ കാശ്മീരിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നതാണെന്ന് ഇന്ത്യ ആരോപിക്കുന്നത് പോലെ തന്നെ ബലൂചിസ്ഥാനിലുള്ള ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള ഓർഗനൈസേഷൻസിനെ ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രോക്സീസ് ആണ് ഇതെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ബലൂചിസ്ഥാനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രൊവിൻസാണ്. നിയർലി പാകിസ്ഥാൻ്റെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ഏകദേശം ഒരു 40 to 45% എന്ന് പറയുന്നത് ഈ ബലൂചിസ്ഥാനാണ്. ഇത് വളരെ ഡെസേർട്ടഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും സ്പേസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയനും കൂടിയാണ്
ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ വലിയ രീതിയിൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ബലൂചിസ്ഥാൻ. എസ്പെഷ്യലി നാച്ചുറൽ ഗ്യാസും അതുപോലെ തന്നെ പെട്രോളിയത്തിൻ്റെയും ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൂടാതെ മറ്റു പല മിനറൽസും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രൊവിൻസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിൽ ഗൾഫ് ഓഫ് ഒമാനും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ മാരിടൈം ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു റീജിയനാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ്റെ കോസ്റ്റൽ ഏരിയയുടെ വലിയൊരു ശതമാനം വരുന്നത് ബലൂചിസ്ഥാൻ്റെ കോസ്റ്റൽ റീജൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഡീപ് സീ പോർട്ടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതുമാത്രമല്ല ഇന്ത്യൻ നേവിയുടെ റീച്ചിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നേവിക്ക് ഈസിലി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തല്ല ഈ ബലൂചിസ്ഥാൻ ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ കാരണവും മിഡിൽ ഈസ്റ്റിൻ്റെ വളരെ തൊട്ടടുത്ത് കിടക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് ബലൂചിസ്ഥാനിലെ ഗോദറിൽ ഇപ്പോൾ ചൈനയുടെ ഹെൽപ്പോട് കൂടിയിട്ട് പാകിസ്ഥാൻ ഈ ഗോദർ പോർട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബലൂചിസ്ഥാൻ ഇത്രയധികം റിസോഴ്സ് റിച്ച് ആയിട്ടുള്ളൊരു പ്രദേശമാണെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഇത് കാരണം വലിയ ഉപകാരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാനെ അവിടുത്തെ റിസോഴ്സസിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഗവൺമെൻറ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവരുടെ ആരോപണം. അപ്പോൾ ഈ ആരോപണത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റീസണും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാശ്മീരൊക്കെ പോലെ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് ബലൂചിസ്ഥാൻ പല പ്രിൻസിപ്പാലിറ്റീസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുള്ളൊരു പ്രദേശമായിരുന്നു ബലൂചിസ്ഥാൻ. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ സൈനികപരമായിട്ട് നേരിടുകയോ അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുകയോ ചെയ്തിട്ടാണ് പാകിസ്ഥാനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടം തൊട്ടേ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വേണമെന്നുള്ളൊരു ആവശ്യം ഈ ബലൂജ് വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൂടാതെ ഇത്തരത്തിലൊരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നുള്ള ആരോപണവും അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബലൂചിസ്ഥാനിലുള്ള വലിയ ഇതിലുള്ള എക്കണോമിക് പ്രൊജക്റ്റുകൾ, എസ്പെഷ്യലി ഈ ഗോദർ പോർട്ട്, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള ഇൻസ്റ്റലേഷൻസ്, ചൈനീസ് വർക്കേഴ്സ് അല്ലെങ്കിൽ ചൈനീസ് നാഷണൽസ് താമസിക്കുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ബലൂജ് മിലിറ്റൻസ് സ്ഥിരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഏരിയാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗോദർ പോർട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഒരു ആക്രമണം നടന്നിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫാക്ട് ചെക്ക് യൂണിറ്റിനെ കുറിച്ചാണ്. സോ ഇടക്കാലത്ത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു PIBയുടെ കീഴിൽ. പക്ഷേ അത് നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഇന്ത്യയിലെ ചില ഹൈക്കോടതികളിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഫാക്ട് ചെക്ക് യൂണിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അല്ലെങ്കിൽ PIBയുടെ കീഴിലാണ്. PIB വരുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ MIBയുടെ കീഴിലാണ്. അപ്പോൾ ബേസിക്കലി ഇത് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ് ആയിട്ടാണ്. എസ്പെഷ്യലി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കുറേ ഫോർവേഡ് മെസ്സേജുകളും അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ മെറ്റീരിയൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എസ്പെഷ്യലി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ശരിയാണോ അല്ലെങ്കിൽ അതിനകത്ത് വാസ്തവം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് ചെയ്യുന്നത്. നോർമലി ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി ഫാക്ട് ചെക്ക് യൂണിറ്റുകൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നമ്മൾ പല വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് താഴത്തൊരു ഡിസ്ക്ലൈമർ അവർ കൊടുക്കാറുണ്ട്. അതായത് ഈ വീഡിയോ വരുന്ന ചാനൽ ഏത് തരത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ട്വിറ്ററിലൊക്കെ ഈ ഫാക്ട് ചെക്കിങ് അവരുടെ തേർഡ് പാർട്ടി ഫാക്ട് ചെക്കിങ് ഉണ്ട്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒന്നാണിത്. ഇത് 2019 നവംബറിലാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഫേക്ക് ന്യൂസിൻ്റെ ക്രിയേഷനും ഡിസെമിനേഷനും മിസ്ഇൻഫർമേഷനും ഒക്കെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. എസ്പെഷ്യലി ഗവൺമെൻറ് പോളിസീസ്, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ്, അതുപോലെ തന്നെ സ്കീംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളെ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകളെ, വിവരങ്ങളെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാക്ട് ചെക്ക് യൂണിറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റിനകത്ത് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ സസ്പീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റനബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ വേരിയസ് ചാനൽസിലൂടെ, ഇപ്പോൾ ഇമെയിലായിട്ടോ വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ ട്വിറ്ററായിട്ടോ അല്ലെങ്കിൽ PIB വെബ്സൈറ്റിലൂടെയൊക്കെ ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ നോട്ടിഫൈ ചെയ്യാൻ പറ്റും. അവരത് ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് വാസ്തവം ഉണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ അതിനകത്തൊരു അവരൊരു റെസ്പോൺസ് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത് ഈ ഗവൺമെൻറ് സൈഡിൽ നിന്നുള്ളൊരു ഫാക്ട് ചെക്ക് യൂണിറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നെറേറ്റീവ് ആയിരിക്കും അവർ സത്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും അപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് മേ ബി അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ നെറേറ്റീവിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പോലുള്ള കാര്യങ്ങളെ നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ്
ഈ പറയുന്ന ഫാക്ട് ചെക്ക് യൂണിറ്റ് എന്നുള്ളൊരു ആരോപണം നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ ഫാക്ട് ചെക്ക് യൂണിറ്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് ഈ പറയുന്ന ഇവരുടെ എല്ലാ പോസ്റ്റുകളുടെയും കൂടെ കൊടുക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് ഇത്തരത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അമെൻമെൻറ്റ്സ് ടു പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2024 ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഓൾറെഡി ഉള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഉണ്ട്. ആ റൂൾസിനകത്തൊരു അമെൻമെൻറ്റ് ഇപ്പോൾ 2024 കൊണ്ടുവന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വെയറിൻ്റെ മുകളിൽ ബയോഡീഗ്രേഡബിൾ എന്ന് സ്റ്റാമ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ബയോഡീഗ്രേഡബിൾ ആണെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ പറയുന്ന പ്ലാസ്റ്റിക് റൂൾസിനകത്ത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2024 പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂൾസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എൻവയോൺമെൻറ്റൽ മിനിസ്ട്രിയാണ്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ബയോഡീഗ്രേഡബിൾ എന്നുള്ള സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള കണ്ടീഷൻസ് കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ബയോഡീഗ്രേഡബിൾ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കുകൾ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കും പുറത്ത് ഒരു മൈക്രോ പ്ലാസ്റ്റിക്കും ബാക്കി വെക്കാത്ത രീതിയിൽ കംപ്ലീറ്റ്ലി നശിച്ചു പോകുന്നതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന് ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽസ് കേപ്പബിൾ ഓഫ് ഡീഗ്രഡേഷൻ ഇൻ സ്പെസിഫിക് എൻവയോൺമെൻറ്റ്സ് ലൈക്ക് സോയിൽ ഓർ ലാൻഡ്ഫിൽ വിത്തൗട്ട് ലിവിങ് എനി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്നാണ്. മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് പൊടിഞ്ഞ് നമ്മുടെ കണ്ണിൽ പെടാത്ത അത്രയും ചെറിയ തരികളായിട്ട് മാറും. അതിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു മൈക്രോ പ്ലാസ്റ്റിക്കും ബാക്കി വെക്കാതെ കംപ്ലീറ്റ്ലി ഇത്തരത്തിലുള്ള എൻവയോൺമെൻറ്റിൽ ലയിച്ച് ചേരുന്ന, ഇപ്പോൾ ലാൻഡ്ഫില്ലിലോ അല്ലെങ്കിൽ സോയിലോ ഒക്കെ ലയിച്ച് ചേരുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമേ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതായത് നേരത്തെ ഇതിനകത്തുണ്ടായിരുന്ന ഒരു ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളായിട്ട് റിമൈൻ ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളെ പോലും ബയോഡീഗ്രേഡബിൾ എന്ന് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഈ പുതിയ റൂൾ വന്നതോടുകൂടി അത് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പുതിയ റൂളിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ നോംസ് അനുസരിച്ച് ഒരു 2 വർഷത്തിനകത്ത് 90% ഡീഗ്രഡേഷൻ നടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇതിലൂടെ മാറി വരും എന്നാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് അറബ് ലീഗിനെ കുറിച്ചാണ്. അറബ് ലീഗിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിനകത്ത് ഇന്ത്യ എല്ലാ കാലത്തും ഇതിനൊരു അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വേണമെന്നും ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ് ഇതിനുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡിനെ ഈ അറബ് ലീഗിലുള്ള അംബാസിഡേഴ്സ് അഭിനന്ദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അറബ് ലീഗ് എന്ന് പറയുന്നത് 1945 മാർച്ച് 22 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ 1944 വന്നിട്ടുള്ള ഒരു അലക്സാണ്ട്രിയ പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ അലക്സാണ്ട്രിയ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറബ് ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനീഷ്യലി ഈ അലക്സാണ്ട്രിയ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ലീഗ് ഓഫ് അറബ് നേഷൻസ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് അറബ് ലീഗ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 6 രാജ്യങ്ങളായിരുന്നു ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള പൊളിറ്റിക്കൽ, കൾച്ചറൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രാംസ്, അതായത് രാഷ്ട്രീയപരവും സാംസ്കാരികവും സാമ്പത്തികപരവും അതുപോലെ തന്നെ സാമൂഹികപരവുമായിട്ടുള്ള പ്രോഗ്രാംസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ അതിനെ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. നിലവിൽ 22 അറബ് രാജ്യങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റിലും നോർത്തേൺ ആഫ്രിക്കയിലൊക്കെ ആയിട്ട് കിടക്കുന്ന 22ഓളം അറബ് രാജ്യങ്ങൾ അറബ് ലീഗിൻ്റെ ഭാഗമാണ്. ഇനി അറബ് ലീഗിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡി അല്ലെങ്കിൽ ഇവരുടെ പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് ദി അറബ് ലീഗ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇവരുടെ പ്രിൻസിപ്പൽ ഓർഗൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് 1 മെമ്പർ 1 വോട്ട് എന്നുള്ള പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇനീക്വാലിറ്റി ഇൻ ഇന്ത്യയാണ്. സോ ഇന്ത്യയിലെ ഈ വെൽത്തിൻ്റെയും അതുപോലെ തന്നെ ഇൻകത്തിൻ്റെയും ഇനീക്വാലിറ്റി അത് വലിയ രീതിയിൽ 1990s ശേഷം വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമ്മളെല്ലാ കാലത്തും കേൾക്കുന്നൊരു കാര്യമാണിത്.
അപ്പോൾ ഈ ഒരു അതായത് റിച്ച് ബിക്കം റിച്ച് ആൻഡ് ദ പുവർ ബിക്കം പുവർ എന്ന് പറയും. ഇത് നമ്മുടെ COVID-19 പാൻഡമിക്കിൻ്റെ ഒക്കെ സമയത്ത് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള ഈ വെൽത്ത് ആൻഡ് ഇൻകം ഇനീക്വാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് റീസെൻ്റ് ആയിട്ട് ഒരു വേൾഡ് ഇനീക്വാലിറ്റി ലാബ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻ്റർനാഷണൽ കൊളാബറേഷൻ ഓഫ് റിസർച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 1922 തൊട്ട് 2023 വരെയുള്ള കാലഘട്ടത്തിലുള്ള ഇന്ത്യയുടെ ഇൻകം ആൻഡ് വെൽത്ത് ഇനീക്വാലിറ്റിനെ കുറിച്ചാണ് ആ പേപ്പറിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇൻകം ആൻഡ് വെൽത്ത് ഇനീക്വാലിറ്റി ഇൻ ഇന്ത്യ 1922 to 2023 ദ റൈസ് ഓഫ് ബില്യനെയർ രാജ് എന്നാണ് ഇതിൻ്റെ ഈ ഒരു പേപ്പറിന് അവർ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, നമ്മുടെ മെയിൻസിനൊക്കെ മേ ബി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞു, പാരീസ് ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് ഇനീക്വാലിറ്റി ലാബാണ് ഈ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണലി ഉള്ള കുറേ റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് ഈ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. ആ പേപ്പറിൻ്റെ പേര്, ഈ വർക്കിംഗ് പേപ്പറിൻ്റെ പേര് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് വെൽത്ത് ഇനീക്വാലിറ്റി ഇൻ ഇന്ത്യ 1922 to 2023 ദ റൈസ് ഓഫ് ദി ബില്യനെയർ രാജ് എന്നാണ് ഈ പേപ്പറിൻ്റെ പേര് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇന്ത്യയിൽ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇനീക്വാലിറ്റി ഒരു 1980 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ ഒരു 33 വർഷത്തിൽ ഈ ഇന്ത്യയിലെ സാമ്പത്തികപരമായിട്ടുള്ള അസമത്വം ഒരു പരിധിവരെ കുറക്കാൻ സാധിച്ചിരുന്നെങ്കിലും 1990 ശേഷം ഇത് വലിയ രീതിയിൽ 90കളുടെ തുടക്കത്തിൽ ഈ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നതിന് ശേഷം ഈ ഇനീക്വാലിറ്റി വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഒരു 2000-ന് ശേഷം നോക്കുന്ന സമയത്ത് ഈ ഇനീക്വാലിറ്റി സ്കൈ റോക്കറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഹൈലി അൺഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ആവറേജ് ഇൻകം ഗ്രോത്ത് ആണ്. അപ്പോൾ 1960 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആവറേജ് ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത് 2.6% പെർ ആനമാണ്. ഒരു വർഷത്തിൽ 2.6% ഒരു റിയൽ ടേമിൽ നോക്കുന്ന സമയത്ത്, നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആവറേജ് ഇൻകം ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 1990 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് കാണിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഇന്ത്യയിലുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ $1 ബില്യൺ കൂടുതൽ ആസ്തിയുള്ള ആളുകളെയാണ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം. അതായത് $100 കോടി ആസ്തിയുള്ള ആളുകളെയാണ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം. അവരുടെ എണ്ണം ഇന്ത്യയിൽ 1990 ശേഷം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ നാഷണൽ വെൽത്ത് ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണവും വലിയ ഇതിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് അറിഞ്ഞിരിക്കുക? $1 ബില്യൺ കൂടുതൽ ആസ്തിയുള്ള ആൾക്കാരെയാണ് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഡയറക്റ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിലും വർധനവ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ 1990 മുമ്പ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ ലെസ് ദാൻ 1% ആയിരുന്നെങ്കിൽ അത് 2017-2020 കാലഘട്ടം ആകുമ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷൻ്റെ 9% ഉയർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ വെൽത്തിൻ്റെയും ഇൻകത്തിൻ്റെയും കേസിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഇനീക്വാലിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യയിലെ നാഷണൽ ഇൻകത്തിൻ്റെ ഏകദേശം 22.6% ഇന്ത്യയിലെ 1% ആളുകളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇനീക്വാലിറ്റി 922 ശേഷം റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഇനീക്വാലിറ്റിയാണ് ഇതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ വെൽത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഏകദേശം 40%, അതായത് ഏകദേശം പകുതിയോളവും കിടക്കുന്നത് 1% ആളുകളുടെ കയ്യിലാണ്. അത് 1961 ശേഷമുള്ള ഹയസ്റ്റ് ലെവലാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളത് ഗ്ലോബൽ ലെവലിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ഇനീക്വാലിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ഇൻകം ഇനീക്വാലിറ്റി ഉള്ള രാജ്യം ഇന്ത്യയാണെന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വെൽത്ത് ഇനീക്വാലിറ്റി നോക്കുന്ന സമയത്ത് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്കൊക്കെ ശേഷമാണ് ഇന്ത്യ കിടക്കുന്നത്. അതായത് വെൽത്ത് ഇനീക്വാലിറ്റി അത്ര വലിയ ഒരു പ്രശ്നമല്ല, പക്ഷേ ഇൻകം ഇനീക്വാലിറ്റി വളരെ വലുതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് ഇനീക്വാലിറ്റിയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഈ എക്കണോമിക് ഇനീക്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഡാറ്റ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിനുള്ള ചില പോളിസി റെക്കമെൻഡേഷൻസ്, അതായത് ഈ ഇൻകം ഇനീക്വാലിറ്റിയും വെൽത്ത് ഇനീക്വാലിറ്റിയും കൂടിക്കഴിഞ്ഞാൽ അത് രാജ്യത്തിനകത്ത് ലോങ് ടേമിൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വലിയ കാരണമായിട്ട് മാറും.
അപ്പോൾ ഇതിനെ മറികടക്കുന്നതിനുള്ള ചില പോളിസി റെക്കമെൻഡേഷൻസും ഈ പേപ്പറിനകത്ത് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഇന്ത്യയിലുള്ള മൾട്ടി മില്യണേഴ്സിൻ്റെ മുകളിലും ബില്യണേഴ്സിൻ്റെ മുകളിലും സൂപ്പർ ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ മുകളിലുള്ള ടാക്സ് റേറ്റ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ ടാക്സ് ഉള്ളത് ഇൻകത്തിന് മാത്രമാണ്. അതായത് ഒരാളുടെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മുകളിൽ മാത്രമാണ് അയാൾ ടാക്സ് അടക്കേണ്ടത്. അപ്പോൾ അതിന് പകരം ഇൻകത്തിൻ്റെ കൂടെ വെൽത്തിനും കൂടി ടാക്സ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നുണ്ട്. അതായത് ഒരാളുടെ ആസ്തി എത്രയാണോ അതിൻ്റെ മുകളിലും കൂടി ടാക്സ് ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ ഹെൽത്ത്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പൊട്ടൻഷ്യലി ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇനീക്വാലിറ്റി വലിയ രീതിയിൽ കുറക്കാൻ മേ ബി സാധിച്ചേക്കുന്നു ഈ പേപ്പറിനകത്ത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.